ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൈം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ഫസ്റ്റ് കോമൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ട്രെയിലർ കണ്ടപ്പോഴേ ഒരു കാര്യം ഉറപ്പായി, പൊങ്കൽ തൂക്കുമെന്ന കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. ഞാൻ പറഞ്ഞു വരുന്നത് പരാശക്തിയെക്കുറിച്ചാണ്. ശിവകാർത്തികേയൻ്റെ 25ാമത്തെ ചിത്രം പരാശക്തി. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ശിവകാർത്തികേയൻ്റെ 25ാമത്തെ ചിത്രം, അതോടൊപ്പം മ്യൂസിക് ഡയറക്ടർ ജി വി പ്രകാശ് മ്യൂസിക് ചെയ്യുന്ന 100ാമത്തെ ചിത്രം എന്നുള്ള പ്രത്യേകതകളെല്ലാം ഈ സിനിമയ്ക്കുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ഡയറക്ടർ സുധാ കൊങ്കാര ബ്രാൻഡ് ഡയറക്ടറാണ്. സൂര്യ റിപ്പോർട്ടറൊക്കെ എടുത്ത ഡയറക്ടറാണ് സുധാ കൊങ്കാര. അപ്പം അവരുടെ ഡയറക്ഷൻ, അതോടൊപ്പം ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റിയൽ സ്റ്റോറി. 1964 1960s 1964 തമിഴ്നാട്ടിൽ നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ്. ഇതിൻ്റെ മറ്റൊരു കണ്ടൻറ്റിൻ്റെ കോർ കണ്ടൻറ് എന്ന് പറയുന്നത് ഹിന്ദി ലാംഗ്വേജിനെതിരെയുള്ള ആ ഒരു പോരാട്ടം, അല്ലെങ്കിൽ അതിനെതിരെയുള്ള ആ ഒരു കഥയാണ്, അല്ലെങ്കിൽ അങ്ങനെ നടന്നൊരു യഥാർത്ഥ സംഭവമാണ് ഈ ചിത്രം ആസ്പദമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഇത് കാണണമെന്നൊരു ആഗ്രഹം. കാരണം ഇതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് നേരത്തെ തന്നെ റൂമറുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ട്രെയിലർ കണ്ടപ്പോൾ 3 മിനിറ്റ് 17 സെക്കൻഡ് കാണുന്നുണ്ട് ട്രെയിലർ കണ്ടപ്പോൾ ബാബ് ഫാക്ടറായിരുന്നു. കാരണം സൺ ടി വിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് അവരത് പുറത്തു വിട്ടത്. നല്ലൊരു അടിപൊളി ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ കണ്ടൻറ്റ് ഹെവി ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെ അതോടൊപ്പം SKയുടെ അമരന് ശേഷം അദ്ദേഹത്തിന് ലഭിക്കുന്ന മറ്റൊരു നല്ലൊരു സിനിമയായിരിക്കും ഇതെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. നമുക്ക് ട്രെയിലറിലേക്ക് വരാം. ട്രെയിലറിലേക്ക് കാണുമ്പോൾ ട്രെയിലറിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ട്രെയിലറിൽ ശിവകാർത്തികേയന്, അഥർവ, രവിമോഹന്, ശ്രീലീല അങ്ങനെ തുടങ്ങിയ വൻ കാസ്റ്റിംഗ് ഉണ്ട്. അതോടൊപ്പം രവിമോഹൻ്റെ നെഗറ്റീവ് റോൾ, അല്ലെങ്കിൽ ജയൻ രവി എന്നറിയപ്പെടുന്ന രവിമോഹൻ്റെ ആ ഒരു നെഗറ്റീവ് റോള് അദ്ദേഹത്തിൻ്റെ കരിയറിലെ മറ്റൊരു മൈൽ സ്റ്റോൺ ആയിരിക്കും ഈ ചിത്രം എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം അഥർവയുടെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആകാനും ചാൻസ് ഉണ്ട്. കാരണം അഥർവയ്ക്ക് നല്ലൊരു റോളാണ് ഇതിൽ, ട്രെയിലറിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം പിന്നെ ശിവകാർത്തികേയൻ്റെ 25ാമത്തെ ചിത്രം, നല്ല രീതിയിൽ വളർന്നു വരുന്ന തമിഴകത്തിൻ്റെ പ്രോമിസിങ് ഫ്യൂച്ചർ ശിവകാർത്തികേയൻ. അദ്ദേഹം ഓരോ സിനിമകൾ കഴിയും തോറും അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. കാരണം അമരൻ റിയൽ സ്റ്റോറി വെച്ച് നല്ലൊരു കളക്ഷൻ ബേസൊക്കെ നല്ലൊരു ഹിറ്റായിരുന്നു. അതോടൊപ്പം ഇതും അതുപോലെ തന്നെയാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൊങ്കൽ കണ്ടൻറ്റ് വൈസ് നോക്കുമ്പോൾ പൊങ്കൽ തൂക്കാനുള്ള എല്ലാ ചാൻസും ഈ ട്രെയിലർ കണ്ടപ്പോൾ തോന്നി. ജനുവരി 10 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. അതോടൊപ്പം ശ്രീലീലയ്ക്ക് നല്ലൊരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു ട്രെയിലർ കണ്ടപ്പോൾ. ഒരു വെറുതെ ഒരു ഹീറോയിൻ എന്നല്ലാതെ നല്ലൊരു ക്യാരക്ടർ അവർക്കുമുണ്ടെന്നാണ് തോന്നുന്നത്. ഏതാണ്ട് 1960s തമിഴ്നാട് കാലഘട്ടവും അല്ലെങ്കിൽ അന്നത്തെ ആ സാഹചര്യമൊക്കെയാണ് ചിത്രത്തിൽ ഉടനീളം കാണിക്കുന്നത്. ചിത്രത്തിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ തമിഴ്നാട് ചെന്നൈയിൽ അവർ വള്ളിയൂർക്കോട്ടത്തിലൊക്കെ ഡിസ്പ്ലേ അങ്ങനെ രീതിയിൽ വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ യൂട്യൂബിലൊക്കെ വൈറലായിരുന്നു. ഏതായാലും ജനുവരി 10 ചിത്രം പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തും. പരാശക്തി, സുധാ കൊങ്കാരയാണ് ഈ ചിത്രം കാണണമെന്ന് ആദ്യം തോന്നിക്കുന്നതിന് കാരണം സുധാ കൊങ്കാര എന്ന ആ ഒരു ഡയറക്ടറാണ്. സൂര്യ റിപ്പോർട്ടറൊക്കെ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ നല്ല സെലക്ഷനായിട്ട് മുന്നോട്ട് പോകുന്ന SK. അതോടൊപ്പം രവിമോഹൻ്റെ നെഗറ്റീവ് റോള്, എനിക്ക് തോന്നുന്നു രവിമോഹൻ്റെ വേറെ ലെവലൊരു മൈൽ സ്റ്റോൺ ആയിരിക്കും കരിയറിലെന്ന് തോന്നുന്നു ഈ ഒരു ചിത്രം. കാരണം ട്രെയിലർ കണ്ടപ്പോൾ നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തതായിട്ട് തോന്നുന്നുണ്ട്. നല്ലൊരു വില്ലത്തനം കാണുന്നുണ്ട്. ഏതായാലും നല്ലൊരു കണ്ടൻറ്റ്, ഹിന്ദി ലാംഗ്വേജിനെതിരെയുള്ള കണ്ടൻറ്റ്. ഇനി ചിത്രം ഇറങ്ങിക്കഴിയുമ്പോൾ കൂടുതൽ കോൺട്രവേഴ്സികളിലേക്കൊക്കെ പോകുമോ എന്നറിയില്ല. ഏതായാലും ജനുവരി 10 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് പരാശക്തി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.